പഹൽഗാം ഭീകരാക്രമണം അപഹരിച്ചത് 26 നിരപരാധികളുടെ ജീവനായിരുന്നു. വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് ജമ്മു കശ്മീരിൽ നടന്ന ആദ്യത്തെ വലിയ തോതിലുള്ള ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു അത്. ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള 3 വർഷത്തിനിടയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്കെതിരായ ആക്രമണങ്ങൾക്ക് മേഖല പലകുറി സാക്ഷ്യം വഹിച്ചു. അപ്പോഴും പഹൽഗാം ആക്രമണം പുതിയൊരു ഭീകരവാദ രീതിയായി ജമ്മു കശ്മീരിനെ തുറച്ചു നോക്കുന്നുണ്ട്. കശ്മീരിന്റെ തൊഴിൽ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ അതിദയനീയമാണ് അവസ്ഥയെന്ന് പറയേണ്ടി വരും. ദീർഘകാലമായി തൊഴിലില്ലായ്മയുമായി പോരാടുന്നവരാണ് ജമ്മു കശ്മീരിലെ യുവാക്കൾ. ദേശീയ ശരാശരിയായ 6.4% താരതമ്യപ്പെടുത്തുമ്പോൾ 13.1% ഈ മേഖലയിലെ തൊഴിലില്ലായ്മ നിരക്ക്. അതുകൊണ്ട് തന്നെ കശ്മീരികളുടെ പ്രധാന വരുമാന മാർഗമെന്ന് പറയുന്നത് വിനോദസഞ്ചാരമാണ്. കഴിഞ്ഞ വർഷം, അതായത് 2024-ൽ 2.3 കോടി സഞ്ചാരികളാണ് താഴ്വര സന്ദർശിച്ചത്. അതിലൂടെ 70,000-ലധികം പേർക്കാണ് ഉപജീവനം കണ്ടെത്താനായത്. ഹോട്ടലുകൾ, കുതിരക്കാർ, ട്രക്കിംഗ് ഗൈഡുകൾ എന്നിങ്ങനെ അനവധി തൊഴിലവസരങ്ങളാണ് കശ്മീരിൽ വിനോദസഞ്ചാര മേഖല സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ വർഷം വിനോദസഞ്ചാര മേഖലയിൽ നിന്ന് മാത്രം 8,000 കോടി രൂപയായിരുന്നു ജമ്മു കശ്മീരിന്റെ വരുമാനം. 2016-നെ അപേക്ഷിച്ച് 2 ഇരട്ടിയുടെ വർധന. അതുകൊണ്ട് തന്നെയാണ് മറ്റാരെക്കാളും പഹൽഗാം ഭീകരാക്രമണം കശ്മീരികളുടെ അന്തസ്സോടെയുള്ള സ്വൈര ജീവിതത്തിനേറ്റ തിരിച്ചടിയാണെന്ന് പല നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത്. വിനോദസഞ്ചാരികൾ പോലും കശ്മീരിലേക്ക് എത്താൻ ഭയപ്പെടുന്നതിലേക്കാകും ഈ ഒരു ഒറ്റ ആക്രമണം നയിക്കുക. കശ്മീർ പതിയെ പുതിയൊരു ജീവിത സാഹചര്യങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏറെ നാളായി കാത്തിരുന്ന ഉധംപൂർ ബാരാമുള്ള റെയിൽവേ റൂട്ടിന്റെ ഉദ്ഘാടനം, ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഗഗൻഗിർ തുരങ്കം, അങ്ങനെ അടിസ്ഥാന വികസനം സാധ്യമാവുകയായിരുന്നു അവിടെ. അപ്പോഴും ലോകത്തെ ഏറ്റവും വലിയ സൈനികവൽകൃത മേഖലയായി കശ്മീർ തുടരുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. എങ്കിൽ തന്നെയും വിനോദസഞ്ചാരത്തിലൂടെ കശ്മീർ പുരോഗതിയിലേക്ക് ചുവടുവെക്കുകയായിരുന്നു. അത് തുറന്നുകൊടുത്ത അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ കശ്മീരി യുവാക്കളും ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. യുവാക്കൾ ഭീകരവാദത്തിലേക്ക് വഴിതെറ്റി പോകാതിരിക്കാൻ ഈ അവസരങ്ങൾ സഹായിച്ചുവെന്നാണ് കശ്മീരി മാധ്യമപ്രവർത്തകൻ ഉമർ സോഫി അഭിപ്രായപ്പെടുന്നത്. കശ്മീരി സമ്പദ് വ്യവസ്ഥയിൽ വിനോദസഞ്ചാര മേഖലയുടെ വിഹിതം 2019-ലെ 7.8%-ൽ നിന്ന് 2024-ൽ 8.5%-ആയി ഉയർന്നതും അതിന്റെ ഫലമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിനോദസഞ്ചാര മേഖലയെ തന്നെ ഭീകരവാദികൾ ലക്ഷ്യം വെച്ചതെന്നാണ് വിലയിരുത്തൽ. കശ്മീരിന്റെ പുതുവഴിയിലേക്കുള്ള യാത്രയെ തടസ്സപ്പെടുത്താനുള്ള ഏറ്റവും മികച്ച മാർഗം വിനോദസഞ്ചാരത്തിന് പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുക എന്ന തിരിച്ചറിയൽ നിന്നാണ് പഹൽഗാം ആക്രമണം സംഭവിച്ചതെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കശ്മീരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗത്തെ തന്നെ ലക്ഷ്യം വെച്ചതോടെ വീണ്ടും ഭയത്തിന്റെ പിടിയിലേക്കാണ് കശ്മീരി ജനത തള്ളിവിടപ്പെട്ടിരിക്കുന്നത്. ശരിക്കും 26 ജീവിതങ്ങൾ മാത്രമായിരുന്നില്ല, ഒരു മേഖലയുടെ ഉപജീവന മാർഗത്തെ തന്നെയാണ് അവർ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നത്. അതിനിടെ കശ്മീരികളെ അപരവൽക്കരിക്കാനുള്ള ശ്രമങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. കശ്മീരിനെ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനവുമായി സമൂഹ മാധ്യമങ്ങളിൽ തീവ്ര ഹിന്ദുത്വ സംഘടനകൾ രംഗത്തെത്തി. കശ്മീരിലെ തൊഴിലില്ലായ്മ നിരക്ക് ഒരു പരിധിവരെ ശമനം നൽകിയിരുന്ന വിനോദസഞ്ചാര മേഖല തകർക്കപ്പെട്ടാൽ ആ അവസരത്തെ മുതലെടുക്കുകയാകും ഭീകരവാദ സംഘടനകൾ ചെയ്യുക. അത് തിരിച്ചറിഞ്ഞ് സർക്കാരും രാജ്യത്തെ പൗരന്മാരും പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് കശ്മീരികളടക്കം അപേക്ഷിക്കുന്നത്.